ക്രൈസ്തവ ഭക്തിഗാന ശാഖയ്ക്ക് അത്യുന്നതനായ ദൈവം നൽകിയ അമൂല്യ രത്നമാണ് ക്രിസ് സാമുവൽ. സാമുവൽ പാപ്പി, അന്നമ്മ സാമുവൽ ദമ്പതികൾക്ക് ഉടയവൻ കനിഞ്ഞു നൽകിയ വരദാനമാണ് ഈ അനുഗ്രഹീത ഗാനരചയിതാവ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനശ്വരമായ വചനത്തിൻ്റെ ആത്മീക നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവ ശബ്ദവും ദൈവ വിളിയും കേട്ട് ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലേക്ക് അക്ഷരങ്ങളിലൂടെ ആത്മാക്കളെ നേടുവാൻ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ അശരണരും അനാഥരുമായ ഇന്ത്യയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരും കുടിലുകളിൽ കഴിയുന്നവരുമായ ജനലക്ഷങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് പ്രേഷിത വൃത്തിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട അനുഗ്രഹീതനായ ഒരു യുവാവായിരുന്നു ക്രിസ് സാമുവൽ. ഈ യുവ സഹോദരൻ എഴുതിയ നിരവധി ക്രൈസ്തവ ഭക്തി ഗാനങ്ങൾ പലർക്കും അജ്ഞാതമാണ്. ചിലതൊക്കെ പ്രചരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വേണ്ടത്ര അംഗീകാരം പലയിടത്തു നിന്നും ലഭിച്ചതായി അറിയുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ചേർത്ത് ഒരു ഗാന സമാഹാരം ക്രൈസ്തവ ഗാനാസ്വാദകരുടെ സമക്ഷം അവതരിപ്പിക്കുവാൻ ദൈവം ചിലരുടെ ഹൃദയത്തിൽ നൽകിയ പ്രേരണയുടെ പരിണിത ഫലമാണ് കഷ്ടങ്ങൾ ഏറെ ഏറ്റവൻ എന്ന ഈ ഗാന സമാഹാരം. ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ സുവിശേഷവുമായി പട്ടിണി പാവങ്ങളുടെ ചെറ്റക്കുടിലുകളിൽ കയറിയിറങ്ങി അവരോടൊപ്പം അന്തിയുറങ്ങി ദൈവസ്നേഹം അവരിലേക്ക് പകർന്നുകൊടുത്ത ക്രിസ് സാമുവൽ ക്രൈസ്തവ ഗാനരംഗത്ത് അംഗീകരിക്കപ്പെടേണ്ടത് അനിവാര്യമായ കാര്യമാണ്. മലയാളിയെങ്കിലും വിദേശ രാജ്യത്ത് ജനിച്ച് അമേരിക്കയിലെ സമ്പന്ന കുടുംബത്തിൽ വളർന്ന് ഒരു ധനികനായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സമ്പന്നതയുടെ മടിത്തട്ടിൽ തലവെച്ചുറങ്ങി ജീവിതത്തിൽ ഭൗതികമായി ആനന്ദിക്കുവാൻ കഴിയുന്ന ഈ യുവാവ് ആത്മാക്കളെ തേടി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് അദ്ദേഹം പോയി. ഒടുവിൽ ആ ഗ്രാമങ്ങളിലെ സുവിശേഷ വേല നിർവഹിച്ച് കേരളത്തിലെത്തി ഒരാത്മീക ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവേ 26-ാമത്തെ വയസ്സിൽ ജീവിത സൂര്യൻ ഉച്ചിയിൽ നിൽക്കുമ്പോൾ നിത്യവിശ്രമത്തിനായി ജീവന്റെ ഉടമസ്ഥൻ വിളിച്ചു ചേർത്ത ക്രിസ് സാമുവൽ പതിനായിരങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുകയാണ്. പട്ടിണിയും കഷ്ടതയും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ തെരുവോരങ്ങളിലൂടെ കുന്നും മലയും താഴ്വരകളും താണ്ടി യേശുവിന് വേണ്ടി കഷ്ടമേറ്റ ഈ യുവാവ് താൻ എഴുതിയ ഗാനങ്ങളിലെല്ലാം ആശ്വാസത്തിൻ്റെ സന്ദേശം മാത്രമല്ല, അനന്തതയിലേക്ക് കണ്ണ് നട്ടുകൊണ്ട് ഈ നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറത്തുള്ള സ്വർഗത്തിലെ നിത്യജീവിതം കണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ദർശനം പൂർത്തീകരിച്ച, ഞാൻ പുത്രതുല്യം കാണുകയും സ്നേഹിക്കുകയും എൻ്റെ ഹൃദയത്തിൽ പരിലാളിക്കുകയും ചെയ്യുന്ന ഈ യുവ സഹോദരൻ ഇന്ന് കർത്താവായ യേശുവിൻ്റെ മടിത്തട്ടിൽ നിത്യ വിശ്രമം കൊള്ളുകയാണ്. ആ പ്രത്യാശയാണ് ഈ ഗാനങ്ങളിലൂടെ പകർന്നിരിക്കുന്നത്. ജീവിതത്തിലെ വ്യത്യസ്ത രംഗങ്ങളിലൂടെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും നടന്നു നീങ്ങുന്ന ക്രൈസ്തവ പഥികന് അവരുടെ ഹൃദയത്തിൽ ഈ ഗാനങ്ങൾ പകരുന്ന ആശ്വാസത്തിൻ്റെ നിശ്വാസങ്ങളും
സന്തോഷത്തിൻ്റെ തേൻ മഴയും ചെറുതായിരിക്കയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തെ ക്രൈസ്തവ കൈരളിക്ക് നൽകിയ, ക്രൈസ്തവ ഭക്തി ഗാന ശാഖയ്ക്ക് നൽകിയ വലിയവനായ ദൈവത്തിന് ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. പോരാ, KV സൈമന്റെ ഗാനങ്ങളിൽ ആകൃഷ്ടനായ ഈ യുവാവ് മലയാളത്തിൽ പ്രാവീണ്യം തൻ്റെ സ്വപ്രയത്നം കൊണ്ട് നേടി. ആ ചുവട് പിടിച്ചുകൊണ്ടാണ് തൻ്റെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് എന്നതും ഈ ഗാനങ്ങൾ ശ്രവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യമാകും. തൻ്റെ ദർശനമനുസരിച്ച് കാൽവരി നാഥൻ്റെ പാത പിന്തുടരുവാൻ സമർപ്പിച്ച് അയച്ച, പ്രാർത്ഥിച്ച് അയച്ച ആ മാതാപിതാക്കളെ കർത്താവിൽ ഞാനേറെ സ്നേഹിക്കുന്ന പ്രിയ ദൈവദാസൻ സാമുവേൽ പാപ്പി അവറുകൾക്കും മാതാവ് അന്നമ്മ സാമുവേലിനും നാം ഹൃദയപൂർവ്വം കടംപെട്ടവരാണ്. ഈ ഗാനങ്ങൾ എല്ലാവർക്കും ആശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്രിസ് സാമുവേൽ മിനിസ്ട്രീസ് ക്രൈസ്തവ ഗാന ശാഖയ്ക്ക് സമർപ്പിക്കുന്നു കഷ്ടങ്ങളേറെ ഏറ്റവൻ.